ഹമാസ് നാഥനല്ല കളരിയല്ല എന്ന് സ്ഥാപിക്കാൻ ഒളിച്ചുവെച്ച മുഹമ്മദ് സിൻവാറിന്റെ മരണം മാസങ്ങൾക്ക് ശേഷം പുറത്തുവിട്ട് ഹമാസ് തലവന്മാരെല്ലാം ഒന്നൊഴിയാതെ കൊന്നൊടുക്കിയ ഇസ്രയേലിന് മുന്നിൽ ചങ്കുറപ്പോടെ നിൽക്കാൻ ഇപ്പോഴും ഹമാസിന് ഭയമാണ്. ഹമാസ് തലവൻ മുഹമ്മദ് സിൻവാറിനെ കൊലപ്പെടുത്തി എന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ച മാസങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഹമാസ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മുഹമ്മദ് സിൻവാറിന്റെ മരണത്തെക്കുറിച്ച് എന്നാൽ ഹമാസ് വിശദാംശങ്ങൾ നൽകിയില്ല. മറ്റു ഗ്രൂപ്പ് നേതാക്കൾക്കൊപ്പം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു. അവരെ രക്തസാക്ഷികൾ എന്ന് വിശേഷിപ്പിച്ചു. മെയ് മാസത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഗാസ സൈനിക മേധാവി മുഹമ്മദ് സിൻവാറിനെ കൊലപ്പെടുത്തിയതായി പ്രഖ്യാപിച്ച് ഏതാനും മാസങ്ങൾക്ക് ശേഷം പലസ്തീൻ ഗ്രൂപ്പായ ഹമാസ് ശനിയാഴ്ച അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചു. സിൻവാറിന്റെ മരണത്തെക്കുറിച്ച് ഹമാസ് വിശദാംശങ്ങൾ നൽകിയില്ല. എന്നാൽ മറ്റു ഗ്രൂപ്പ് നേതാക്കൾക്കൊപ്പം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു. അവരെ രക്തസാക്ഷികൾ എന്ന് വിശേഷിപ്പിച്ചു. 2023 ഒക്ടോബർ 7 ഇസ്രയേലിനെതിരായ ആക്രമണത്തിന് സഹ ആസൂത്രകനായിരുന്ന ഒരു വർഷത്തിന് ശേഷം ഇസ്രയേൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്ലാമിക് വിഭാഗത്തിന്റെ തലവനായ യഹ്യ സിൻവറിന്റെ ഇളയ സഹോദരനായിരുന്നു മുഹമ്മദ് സിൻവാർ. സഹോദരന്റെ മരണശേഷം അദ്ദേഹം ഗ്രൂപ്പിലെ ഉന്നത പദവികളിലേക്ക് ഉയർത്തപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചതോടെ നിലവിൽ വടക്കൻ ഗാസയിലെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന അദ്ദേഹത്തിന്റെ അടുത്ത സഹായി ഇസൽദീൻ ഹദാദിന് മുഴുവൻ എൻക്ലേവിലുടനീളമുള്ള ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ ചുമതല നൽകും. കഴിഞ്ഞ ഒക്ടോബറിൽ തെക്കൻ ഗാസയിൽ ഇസ്രയേൽ വധിച്ച മുൻ ഹമാസ് നേതാവ് യഹ്യ സിൻവറിന്റെ ഏറ്റവും ഇളയ സഹോദരനാണ് ഹമാസിന്റെ മിലിറ്ററി കമാൻഡറായിരുന്ന മുഹമ്മദ് സിൻവാർ. മുഹമ്മദ് ദെയ്ഫിനെ ഇസ്രയേൽ വധിച്ചതിന് പിന്നാലെ ജൂലൈയിലാണ് ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ ചുമതല മുഹമ്മദ് സിൻവാർ ഏറ്റെടുത്തത്. ബന്ദികളെ വിട്ടയക്കാതെ സമാധാന ശ്രമങ്ങൾ തടസ്സപ്പെടുത്തിയത് സിൻവാറാണ് എന്നായിരുന്നു ഇസ്രയേലിന്റെ വാദം. 1990കളിൽ മുഹമ്മദ് സിൻവാറിനെ പിടികൂടി 9 മാസം ഇസ്രയേലിലും 3 വർഷം റമല്ലയിലും തടവിലിട്ടിരുന്നു. 2000 സിൻവാർ ഇവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. 2006 ഹമാസിന് വേണ്ടി ഇസ്രയേൽ സൈനികനായ ഗിലാദ് ഷലീദിനെ സിൻവാർ തട്ടിക്കൊണ്ടുപോയതോടെയാണ് ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത്. ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാറിനെ വധിക്കാൻ എന്ന വ്യാജേന ഖാൻ യൂനിസിലെ യൂറോപ്യൻ ഹോസ്പിറ്റലിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 65 പേർ കൊല്ലപ്പെട്ടു. മുഹമ്മദ് സിൻവാർ ഉൾപ്പെടെയുള്ള പലസ്തീൻ പ്രതിരോധ ഗ്രൂപ്പായ ഹമാസിലെ അംഗങ്ങളെ ലക്ഷ്യമിട്ടാണ് ആശുപത്രി ആക്രമിച്ചത് എന്ന് അധിനിവേശ സൈന്യം സമ്മതിച്ചതായും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഖാൻ യൂനിസിലെ യൂറോപ്യൻ ഗസ ആശുപത്രിക്ക് അടിയിലുള്ള ഹമാസിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ കോമ്പൗണ്ട് ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യവും ഷിൻബെറ്റും സംയുക്ത പ്രസ്താവനയിൽ അവകാശപ്പെട്ടു. മുൻ ഹമാസ് നേതാവ് യഹ്യ സിൻവറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാറിനെ വധിക്കാനുള്ള അപൂർവ അവസരത്തിന്റെ ഭാഗമായിരുന്നു ആ ആക്രമണമെന്നാണ് ഇസ്രയേലി ആർമി റേഡിയോയും റിപ്പോർട്ട് ചെയ്തത്. ആക്രമണത്തിനു മുൻപ് ഇസ്രയേലി തടവുകാരും സ്ഥലത്തില്ല എന്ന് ഉറപ്പാക്കാൻ ഇസ്രയേലി രഹസ്യാന്വേഷണ ഏജൻസികൾ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നുവെന്ന് ഇസ്രയേലി മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ വളരെ കാലങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് സിൻവാറിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഹമാസിന് ഭയമുണ്ട്. ഇനി അടുത്തൊരു നേതാവിനെ അവർ കൊണ്ടുവരികയാണ് എങ്കിൽ ഇസ്രയേൽ തീർച്ചയായും അദ്ദേഹത്തെയും തീർത്തിരിക്കും എന്ന ഭയം. എന്തായാലും ഹമാസ് വിശദാംശങ്ങൾ വിടാതെ തന്നെ മുഹമ്മദ് സിൻവാറിനെ രക്തസാക്ഷിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.